ദൈവവചന പ്രഘോഷണ കർമ്മം. ദൈവവചന പ്രഘോഷണ കർമ്മമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ രാവിൽ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നുമുള്ള വായനകളിലൂടെ സൃഷ്ടി മുതൽ യേശുവിൻ്റെ ഉത്ഥാനം വരെയുള്ള സംഭവങ്ങൾ വായിച്ചു കേട്ട് അവിടുത്തെ നിരവധിയായ നന്മകൾക്ക് നമുക്ക് നന്ദി പറയാം. ലോകാരംഭം മുതൽ ദൈവം സ്വജനത്തിനായി ചെയ്തിട്ടുള്ള അത്ഭുത പ്രവർത്തനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവചനത്തിലും അവിടുത്തെ വാഗ്ദാനങ്ങളിലുമുള്ള വിശ്വാസത്തെ ദൃഢീകരിക്കാം. ഓരോ വായനയ്ക്ക് ശേഷവും എഴുന്നേറ്റ് നിന്ന് അല്പനേരം മൗനമായി പ്രാർത്ഥിച്ച ശേഷം കാർമ്മികൻ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ ഭക്തിയോടെ പങ്കുകൊള്ളാം. ലോകാരംഭം മുതൽ ദൈവം മനുഷ്യനോട് കാണിച്ച അനന്ത സ്നേഹത്തെയും അവിടുത്തെ വാഗ്ദാനങ്ങളെയും രക്ഷാകര പ്രവർത്തികളെയും അനുസ്മരിക്കുന്നതാണ് ഈ വായനകളെല്ലാം. ഓരോ വായനയ്ക്ക് ശേഷവും എഴുന്നേറ്റ് നിന്ന് മൗനമായി പ്രാർത്ഥിക്കാം. ഒന്നാം വായന ലോക സൃഷ്ടിയെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ദൈവം സമസ്ത വസ്തുക്കളും മനുഷ്യനെ ഏൽപ്പിച്ചു. മാത്രമല്ല, തൻ്റെ ജീവനിൽ മനുഷ്യനെ അവിടുന്ന് പങ്കാളിയുമാക്കി. മനുഷ്യൻ സ്വർഗത്തിലും ഭൂമിയിലും ദൈവിക ജീവനിൽ നിത്യമായി പങ്കുകൊണ്ട് നന്ദി കാണിക്കണമെന്നതായിരുന്നു ദൈവിക പദ്ധതി. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്ന് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുൾ ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്നും വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി പ്രഭാതമായി ഒന്നാം ദിവസം. ദൈവം വീണ്ടും അരുൾ ചെയ്തു, ജലമധ്യത്തിൽ ഒരു വിധാനമുണ്ടാകട്ടെ. അത് ജലത്തെ രണ്ടായി തിരിക്കട്ടെ. ദൈവം വിധാനമുണ്ടാക്കുകയും അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്നും വേർതിരിക്കുകയും ചെയ്തു. അപ്രകാരം സംഭവിച്ചു. വിധാനത്തിന് അവിടുന്ന് ആകാശമെന്ന് പേരിട്ടു. സന്ധ്യയായി പ്രഭാതമായി രണ്ടാം ദിവസം. ദൈവം വീണ്ടും അരുൾ ചെയ്തു, ആകാശത്തിനു കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ. കര പ്രത്യക്ഷപ്പെടട്ടെ. അങ്ങനെ സംഭവിച്ചു. കരയ്ക്ക് ഭൂമിയെന്നും ഒരുമിച്ച് കൂടിയ ജലത്തിന് കടലെന്നും ദൈവം പേരിട്ടു. അത് നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അരുൾ ചെയ്തു, ഭൂമി എല്ലാതരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുൾക്കൊള്ളുന്ന ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുള്ള ഫലങ്ങളോട് കൂടിയ വൃക്ഷങ്ങളും മുളപ്പിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി പ്രഭാതമായി മൂന്നാം ദിവസം. ദൈവം വീണ്ടും അരുൾ ചെയ്തു, രാവും പകലും വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ. അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ. ഭൂമിയിൽ പ്രകാശം ചൊരിയാൻ വേണ്ടി അവ ആകാശവിധാനത്തിൽ ദീപങ്ങളായി നിൽക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ദൈവം 2 മഹാദീപങ്ങൾ സൃഷ്ടിച്ചു. പകലിനെ നയിക്കാൻ വലുത്, രാത്രിയെ നയിക്കാൻ ചെറുത്. നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു. ഭൂമിയിൽ പ്രകാശം ചൊരിയാനും രാവിനെയും പകലിനെയും നിയന്ത്രിക്കാനും വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിക്കാനും ദൈവം അവയെ ആകാശവിധാനത്തിൽ സ്ഥാപിച്ചു. അത് നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി പ്രഭാതമായി 4-ാം ദിവസം. ദൈവം വീണ്ടും അരുൾ ചെയ്തു, വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ. പക്ഷികൾ ഭൂമിക്കു മീതെ ആകാശവിധാനത്തിൽ പറക്കട്ടെ. അങ്ങനെ ദൈവം ഭീമാകാരങ്ങളായ ജലജന്തുക്കളെയും കടലിൽ പറ്റം ചേർന്ന് ചരിക്കുന്ന സകലവിധ ജീവികളെയും എല്ലാത്തരം പക്ഷികളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അവയെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സമൃദ്ധമായി പെരുകി കടലിൽ നിറയുവിൻ. പക്ഷികൾ ഭൂമിയിൽ പെരുകട്ടെ. സന്ധ്യയായി പ്രഭാതമായി 5-ാം ദിവസം. ദൈവം വീണ്ടും അരുൾ ചെയ്തു, ഭൂമി എല്ലാത്തരം ജീവജാലങ്ങളെയും കന്നുകാലികൾ, ഇഴജന്തുക്കൾ, കാട്ടുമൃഗങ്ങൾ എന്നിവയെ പുറപ്പെടുവിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ദൈവം എല്ലാ ഇനം കാട്ടുമൃഗങ്ങളെയും കന്നുകാലികളെയും ഇഴജന്തുക്കളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം വീണ്ടും അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം.
അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിലെഴിയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യമുണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. ദൈവം അരുൾ ചെയ്തു: ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്തുൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു. ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഇഴജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലത്തിനും ആഹാരമായി ഹരിതസസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചു. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി പ്രഭാതമായി 6-ാം ദിവസം. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി. ദൈവം തൻ്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി. താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്നും വിരമിച്ച് 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം പുതുക്കണമേ. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം പുതുക്കണമേ. എൻ്റെ ആത്മാവെ, കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങ് അത്യുന്നതനാണ്. അവിടുന്ന് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു. വസ്ത്രമെന്ന പോലെ അങ്ങ് പ്രകാശം അണിഞ്ഞിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം പുതുക്കണമേ. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം പുതുക്കണമേ. അവിടുന്ന് ഭൂമിയിലെ അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ ഉറപ്പിച്ചു. അത് ഒരിക്കലും ഇളകുകയില്ല. അവിടുന്ന് വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ടും അതിനെ ആവരണം ചെയ്തു. വെള്ളം പർവ്വതങ്ങൾക്കു മീതെ നിന്നു. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം പുതുക്കണമേ. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം പുതുക്കണമേ. അവിടുന്ന് താഴ്വരകളിലേക്ക് ഉറവകളെ ഒഴുക്കുന്നു. അവ മലകൾക്കിടയിലൂടെ ഒഴുകുന്നു. ആകാശപ്പറവകൾ അവയുടെ തീരത്ത് വസിക്കുന്നു. മരക്കൊമ്പുകൾക്കിടയിലിരുന്ന് അവ പാടുന്നു. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം പുതുക്കണമേ. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം പുതുക്കണമേ. അവിടുന്ന് തൻ്റെ ഉന്നതമായ മന്ദിരത്തിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു. അങ്ങയുടെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി തൃപ്തിയടയുന്നു. അവിടുന്ന് കന്നുകാലികൾക്ക് വേണ്ടി പുല്ല് മുളപ്പിക്കുന്നു. മനുഷ്യന് ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കാൻ കൃഷിക്ക് വേണ്ട സസ്യങ്ങൾ മുളപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം പുതുക്കണമേ. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം പുതുക്കണമേ. കർത്താവെ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണ്ണങ്ങളാണ്. ജ്ഞാനത്താൽ അങ്ങ് അവയെ നിർമ്മിച്ചു. ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ആത്മാവെ, കർത്താവിനെ വാഴ്ത്തുക. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം പുതുക്കണമേ. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം പുതുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ സൃഷ്ടികർമ്മവും പരിപാലനവും എത്രയോ വിസ്മയനീയം. ലോകാരംഭം മുതൽക്കുള്ള അങ്ങയുടെ പ്രവർത്തനം എത്രയോ മഹനീയം. എന്നാൽ അതിലുമേറെ മഹനീയമാണ് കാലത്തിൻ്റെ തികവിൽ പെസഹ കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ യാഗാർപ്പണം വഴി അങ്ങ് സാധിച്ച പരിത്രാണ കർമ്മമെന്ന് ഗ്രഹിക്കുവാൻ അങ്ങയുടെ വീണ്ടെടുക്കപ്പെട്ട ജനമായ ഞങ്ങളെ സഹായിക്കണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. രണ്ടാം വായന അബ്രഹാത്തിൻ്റെ ബലിയെക്കുറിച്ചാണ്. തൻ്റെ ഏകജാതനെ പോലും ദൈവത്തിന് സമർപ്പിക്കുവാൻ സന്നദ്ധത കാണിച്ച അബ്രഹാത്തിൻ്റെ അനുസരണം ബലിയെക്കുറിച്ച് രണ്ടാം വായനയിൽ വിവരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ദൈവം അബ്രഹാത്തെ പരീക്ഷിച്ചു. അബ്രഹാം അവിടുന്ന് വിളിച്ചു: ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് 2 വേലക്കാരെയും
മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. 3-ാം ദിവസം അവൻ തലയുയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. അബ്രഹാം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. അവർ ഒരുമിച്ച് മുമ്പോട്ട് വന്നു. ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രഹാത്തെ വിളിച്ചു. പിതാവേ. എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവരൊന്നിച്ച് മുമ്പോട്ട് പോയി. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു. വിറകടുക്കി വെച്ച് ഇസഹാക്കിനെ ബന്ധിച്ചു വിറകിന് മുകളിൽ കടത്തി. മകനെ ബലി കഴിക്കാൻ അബ്രഹാം കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാം, അബ്രഹാം എന്ന് വിളിച്ചു. ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകനു പകരം ദഹനബലി അർപ്പിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യാഹ്വേരെ എന്ന് പേരിട്ടു. കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്ന് വരെയും പറയപ്പെടുന്നു. കർത്താവിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് വീണ്ടും അബ്രഹാത്തെ വിളിച്ചു പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടി കാണിക്കാത്തത് കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരികൾ പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിൻ്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, എന്നെ സംരക്ഷിക്കണമേ, എന്തെന്നാൽ അങ്ങിൽ ഞാൻ ശരണം വെച്ചിരിക്കുന്നു. കർത്താവേ, എന്നെ സംരക്ഷിക്കണമേ, എന്തെന്നാൽ അങ്ങിൽ ഞാൻ ശരണം വെച്ചിരിക്കുന്നു. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ഭാഗതയും അവിടുത്തെ കരങ്ങളിലാണ്. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. കർത്താവെ, എന്നെ സംരക്ഷിക്കണമേ, എന്തെന്നാൽ അങ്ങിൽ ഞാൻ ശരണം വെച്ചിരിക്കുന്നു. കർത്താവേ, എന്നെ സംരക്ഷിക്കണമേ, എന്തെന്നാൽ അങ്ങിൽ ഞാൻ ശരണം വെച്ചിരിക്കുന്നു. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല. കർത്താവെ, എന്നെ സംരക്ഷിക്കണമേ, എന്തെന്നാൽ അങ്ങിൽ ഞാൻ ശരണം വെച്ചിരിക്കുന്നു. കർത്താവേ, എന്നെ സംരക്ഷിക്കണമേ, എന്തെന്നാൽ അങ്ങിൽ ഞാൻ ശരണം വെച്ചിരിക്കുന്നു. അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത് കൈയിൽ ശാശ്വതമായ സന്തോഷവുമുണ്ട്. കർത്താവെ, എന്നെ സംരക്ഷിക്കണമേ, എന്തെന്നാൽ അങ്ങിൽ ഞാൻ ശരണം വെച്ചിരിക്കുന്നു. കർത്താവേ, എന്നെ സംരക്ഷിക്കണമേ, എന്തെന്നാൽ അങ്ങിൽ ഞാൻ ശരണം വെച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസികളുടെ സ്നേഹനിധിയായ പിതാവേ, കൃപാദാനങ്ങളാൽ അങ്ങ് ലോകമെങ്ങും അങ്ങയുടെ ദത്തുപുത്രരുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. അങ്ങയുടെ വിശ്വസ്തദാസരായ അബ്രഹാമിനെ സകല ജനതയുടെയും പിതാവെന്ന് അങ്ങ് ചെയ്ത വാഗ്ദാനം ക്രിസ്തുനാഥൻ നിർവഹിച്ച പെസഹ രഹസ്യം വഴി നിറവേറിക്കൊണ്ടിരിക്കുന്നു. അങ്ങയുടെ ദിവ്യാഹ്വാനം സ്വീകരിച്ച് ഞങ്ങൾ യഥായോഗ്യം പ്രസാദപരത്തിൽ ജീവിക്കുവാൻ അനുഗ്രഹമരുളിയാലും കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. മൂന്നാം വായന. ചെങ്കടലിലൂടെയുള്ള യാത്ര. 430 വർഷത്തെ ഈജിപ്തിലെ വിപ്രവാസത്തിൽ നിന്നും മോചിതരായ ജനത്തെ ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശക്തിയാൽ മോശ ചെങ്കടലിലൂടെ നയിക്കുന്നതിനെയാണ് മൂന്നാം വായന വിവരിക്കുക. തിന്മയുടെ അടിമത്തിൽ നിന്നും മനുഷ്യകുലത്തെ മോചിപ്പിച്ച ലോകരക്ഷകനായ യേശുവിൻ്റെ പ്രതീകമാണ് മോശ. ഇസ്രായേൽ ജനത്തിൻ്റെ ചെങ്കടലിലൂടെ യാത്രയാണ് രക്ഷയുടെ പ്രതീകവും.
പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിനെന്നെ വിളിച്ചു കരയുന്നു? മുമ്പോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക. നിന്റെ വടി കയ്യിലെടുത്ത് കടലിന് മീതെ നീട്ടി അതിനെ വിഭജിക്കുക. ഇസ്രായേൽക്കാർ കടലിന് നടുവേ വരണ്ട നിലത്തിലൂടെ കടന്നു പോകട്ടെ. ഞാൻ ഈജിപ്തുകാരെ കഠിനചിത്തരാക്കും. അവർ നിങ്ങളെ പിന്തുടരും. ഞാൻ ഫറവോയുടെയും അവൻ്റെ സൈന്യങ്ങളുടെയും തേരുകളുടെയും കുതിരപ്പടയാളികളുടെയും മേൽ മഹത്വം നേടും. ഫറവോയുടെയും അവൻ്റെ രഥങ്ങളുടെയും അശ്വസേനയുടെയും മേൽ ഞാൻ മഹത്വം വരിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും. ഇസ്രയേൽ ജനത്തിൻ്റെ മുൻപേ പൊയ്ക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിൻപേ പോകാൻ തുടങ്ങി. മേഘസ്തംഭവും മുൻപിൽ നിന്ന് മാറി പിൻപിൽ വന്നു നിന്നു. അത് ഈജിപ്തുകാരുടെയും ഇസ്രയേൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ വന്നു നിന്നു. മേഘം ഇരുട്ട് നിറഞ്ഞതായിരുന്നു. അതിനാൽ ഒരു കൂട്ടർക്ക് മറ്റവരെ സമീപിക്കാനാവാതെ രാത്രി കഴിഞ്ഞു. മോശ കടലിന് മീതെ കൈ നീട്ടി. കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റയച്ചു. കടലിനെ പിറകോട്ട് മാറ്റി. കടൽ വരണ്ട ഭൂമിയാക്കി. വെള്ളം വിഭജിക്കപ്പെട്ടു. ഇസ്രയേൽക്കാർ കടലിന് നടുവേ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു. അവരുടെ വലത്തും ഇടത്തും വെള്ളം മതിൽ പോലെ നിന്നു. ഈജിപ്തുകാർ ഫറവോയുടെ കുതിരകളും കുതിരപ്പടയാളികളും തേരുകളുമെല്ലാം അവരെ പിന്തുടർന്ന് കടലിൻ്റെ നടുവിലേക്ക് നീങ്ങി. രാത്രിയുടെ അന്ത്യയാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിൻ്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി. അവിടുന്ന് രഥചക്രങ്ങൾ തടസ്സപ്പെടുത്തി. തന്മൂലം ഗതി ദുഷ്കരമായി. അപ്പോൾ ഈജിപ്തുകാർ പറഞ്ഞു, ഇസ്രയേൽക്കാരിൽ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാം. കർത്താവ് അവർക്ക് വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുന്നു. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, നിന്റെ കരം കടലിന് മീതെ നീട്ടുക. വെള്ളം മടങ്ങി വന്ന് ഈജിപ്തുകാരെയും അവരുടെ തേരുകളെയും കുതിരപ്പടയാളികളെയും മൂടട്ടെ. മോശ കടലിന് മീതെ കൈനീട്ടി. പ്രഭാതമായപ്പോഴേക്ക് കടൽ പൂർവ്വസ്ഥിതിയിലായി. ഈജിപ്തുകാർ പിന്തിരിഞ്ഞോടിയത് അതിന് മധ്യത്തിലേക്കാണ്. അങ്ങനെ കർത്താവ് ഈജിപ്തുകാരെ നടുക്കടലിലാഴ്ത്തി. ഇസ്രയേൽക്കാരെ പിന്തുടർന്ന് കടലിലിറങ്ങിയ തേരുകളെയും കുതിരപ്പടയാളികളെയും ഫറവോയുടെ സൈന്യം മുഴുവനെയും കടൽ വെള്ളം മൂടിക്കളഞ്ഞു. അവരിൽ ആരും അവശേഷിച്ചില്ല. എന്നാൽ ഇസ്രയേൽക്കാർ കടലിന് നടുവേ വരണ്ട ഭൂമിയിലൂടെ നടന്നുപോയി. അവരുടെ വലത്തും ഇടത്തും വെള്ളം മതിൽ പോലെ നിലകൊണ്ടു. അങ്ങനെ ആ ദിവസം കർത്താവ് ഇസ്രയേൽക്കാരെ ഈജിപ്തുകാരിൽ നിന്ന് രക്ഷിച്ചു. ഈജിപ്തുകാർ കടൽ തീരത്ത് മരിച്ചു കിടക്കുന്നത് ഇസ്രയേൽക്കാർ കണ്ടു. കർത്താവ് ഈജിപ്തുകാർക്കെതിരെ ഉയർത്തിയ ശക്തമായ കരം ഇസ്രയേൽക്കാർ കണ്ടു. ജനം കർത്താവിനെ ഭയപ്പെട്ടു. കർത്താവിനെയും അവിടുത്തെ ദാസനായ മോശയെയും വിശ്വസിക്കുകയും ചെയ്തു. മോശയും ഇസ്രയേൽക്കാരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ ഗാനം ആലപിച്ചു. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു. അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു.
അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. കർത്താവ് യോദ്ധാവാകുന്നു, കർത്താവെന്നാകുന്നു അവിടുത്തെ നാമം. ഫറവോയുടെ രഥങ്ങളെയും സൈന്യത്തെയും അവിടുന്ന് കടലിലാഴ്ത്തി. അവൻ്റെ ധീരരായ സൈന്യാധിപർ ചെങ്കടലിൽ മുങ്ങി മരിച്ചു. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. ആഴമേറിയ ജലം അവരെ മൂടി, അഗാധതയിലേക്ക് കല്ല് പോലെ അവർ താണു. കർത്താവെ, അങ്ങയുടെ വലത്ത് കൈ ശക്തിയാൽ മഹത്വമാർന്നിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വലത്ത് കൈ ശത്രുവിനെ ചിതറിച്ചിരിക്കുന്നു. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. കർത്താവെ, അങ്ങയുടെ ജനത്തെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധ മലയിൽ അങ്ങേക്ക് വസിക്കുന്നതിനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ കരങ്ങൾ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും. കർത്താവ് എന്നേക്കും രാജാവായി ഭരിക്കും. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് മുമ്പൊരിക്കൽ ചെയ്ത അത്ഭുതങ്ങൾ ഇന്ന് ഞങ്ങളുടെ മധ്യയെ മിന്നിത്തിളങ്ങുന്നു. ശക്തമായ തൃക്കരത്താൽ ഇസ്രായേൽ ജനത്തെ അങ്ങ് ഫറവോൻ്റെ മർദ്ദനത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇന്നാകട്ടെ ജ്ഞാനസ്നാന ജലം വഴി നവജന്മമരുളി ജനതതികളെ അങ്ങ് രക്ഷിക്കുന്നു. ദൈവമേ, മാനവവംശം മുഴുവൻ അബ്രഹാമിൻ്റെ സന്തതികളും തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ അവകാശത്തിൽ പങ്കാളികളുമാകുവാൻ അനുഗ്രഹമരുളിയാലും കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. അടുത്ത് വായിക്കാനുള്ള ആൾ റെഡിയായിട്ട് നിൽക്കുക. ഇവിടെ നാലാം വായന പുതിയ ജെറുസലേമിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇസ്രായേൽ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചിട്ടും സകല അരിഷ്ടതകളിൽ നിന്നും ദൈവം അവളെ മോചിപ്പിച്ചു. ഐശ്വര്യത്തിൻ്റെ ആത്മീയ സമ്പത്തിൻ്റെ ഒരു സുവർണകാലം വാഗ്ദാനം ചെയ്യുന്നു. ഇക്കാര്യങ്ങളാണ് നാലാം വായനയിൽ നാം ശ്രവിക്കുക. ഇസയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവ് സിയോനോട് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ. ഭൂമി മുഴുവൻ്റെയും ദൈവം എന്നവിടുന്ന് വിളിക്കപ്പെടുന്നു. പരിത്യക്തയായ യൗവനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെപ്പോലെ സന്തപ്ത ഹൃദയായ നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നു എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിക്കുന്നു. മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു. എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും എന്ന് നിന്റെ വിമോചകനായ കർത്താവ് അരുളി ചെയ്യുന്നു. നോഹയുടെ കാലം പോലെയാണ് ഇതെനിക്ക്. അവൻ്റെ കാലത്തെ പോലെ ജലം ഭൂമിയെ മൂടുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്. അതുപോലെ നിന്നോടൊരിക്കലും കോപിക്കുകയോ നിന്നെ ശാസിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു: മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ,
ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജനക്കല്ല് കൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും. ഞാൻ നിന്റെ താഴികക്കുടങ്ങൾ പത്മരാഗം കൊണ്ടും വാതിലുകൾ പുഷ്യരംഗം കൊണ്ടും ഭിത്തികൾ രത്നം കൊണ്ടും നിർമ്മിക്കും. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ തേജസ്സാർജിക്കും. നീതിയിൽ നീ സുസ്ഥാപിതയാകും, മർദ്ദനഭീതി നിന്നെ തീണ്ടുകയില്ല, ഭീകരത നിന്നെ സമീപിക്കുകയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവേ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവെ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയമാഘോഷിക്കാൻ ഇടയാക്കിയില്ല. കർത്താവെ, അവിടുന്ന് എന്നെ പാതാളത്തിൽ നിന്ന് കരകയറ്റി, മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു. കർത്താവെ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവേ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ, അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു. കർത്താവെ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവേ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവെ, എൻ്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ. കർത്താവെ, അവിടുന്ന് എന്നെ സഹായിക്കണമേ. അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. ദൈവമായ കർത്താവെ, ഞാൻ അങ്ങേക്ക് എന്നും നന്ദി പറയും. കർത്താവെ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവേ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസത്തിൽ പ്രസാദിച്ച് അങ്ങ് ചെയ്ത വാഗ്ദാനമോർത്ത് അങ്ങയുടെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി ദത്തുപുത്രരുടെ എണ്ണം വർദ്ധിപ്പിക്കണമേ. ആ പുണ്യചരിതന്മാർ അസന്നിഗ്ധമായി വിശ്വസിച്ച വാഗ്ദാനം സഭയിൽ സഫലമായി കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. അഞ്ചാം വായന. നമ്മുടെ രക്ഷ ദൈവത്തിൻ്റെ സൗജന്യദാനം. ദൈവസഹവാസത്തിൽ കഴിയുന്നവർക്ക് സമ്പന്നമായ സമൃദ്ധിയും സംതൃപ്തിയും അനുഭവപ്പെടണമെന്ന് ഇസയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഈ വചനഭാഗം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ഇസയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് അരുൾ ചെയ്യുന്നു: ദാഹാർത്തരെ, ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്നു വാങ്ങി ഭക്ഷിക്കട്ടെ. വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ആഹാരത്തിനു വേണ്ടിയല്ലാതെ എന്തിനു പണം മുടക്കുന്നു? സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു? എൻ്റെ വാക്ക് ശ്രവിച്ചു കേൾക്കുക. നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്കു കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. ഇതാ, ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധിപനുമാക്കിയിരിക്കുന്നു. നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചു കൂട്ടും. നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കൽ ഓടിക്കൂടും. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ്, ഇസ്രയേലിൻ്റെ പരിശുദ്ധൻ, നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതിയും ഉപേക്ഷിക്കട്ടെ.
അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിങ്കലേക്കു തിരിയട്ടെ, നമ്മുടെ ദൈവത്തിങ്കലേക്കു തിരിയട്ടെ. അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേത് പോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ചു ഫലം നൽകി, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന് നിങ്ങൾ സന്തോഷപൂർവ്വം ജലം കോരിയെടുക്കും. രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന് നിങ്ങൾ സന്തോഷപൂർവ്വം ജലം കോരിയെടുക്കും. ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന് നിങ്ങൾ സന്തോഷപൂർവ്വം ജലം കോരിയെടുക്കും. കർത്താവിനു നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ. രക്ഷയുടെ സ്രോതസ്സിൽ നിന്നോ നിങ്ങൾ സന്തോഷപൂർവ്വം ജലം കോരിയെടുക്കുവിൻ. രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന് നിങ്ങൾ സന്തോഷപൂർവ്വം ജലം കോരിയെടുക്കും. കർത്താവിന് സ്തുതി പാടുവിൻ, അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രയേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേ ഉണ്ട്. രക്ഷയുടെ സ്രോതസ്സിൽ നിന്നോ നിങ്ങൾ സന്തോഷപൂർവ്വം ജലം കോരിയെടുക്കും. രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന് നിങ്ങൾ സന്തോഷപൂർവ്വം ജലം കോരിയെടുക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങാണല്ലോ ലോകത്തിൻ്റെ ഏക രക്ഷ. അങ്ങയുടെ സഹായത്താലല്ലാതെ യാതൊരു പുണ്യപ്രവൃത്തിയും ചെയ്യുന്നതിന് ഞങ്ങൾ ശക്തരല്ല. പ്രവാചകന്മാർ വഴി അങ്ങ് വിളംബരം ചെയ്ത ദിവ്യരഹസ്യങ്ങൾ ഈ രാത്രിയിൽ കൊണ്ടാടുന്ന ഞങ്ങളുടെ ഭക്തി തീഷ്ണത കനിവോടെ വർദ്ധിപ്പിച്ചനുഗ്രഹിച്ചാലും കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ആറാം വായന. ജ്ഞാനത്തിൻ്റെ ഉറവിടം. ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ് ഈ വായന. ഇസ്രായേൽ അവളുടെ അവിശ്വസ്തത നിമിത്തം വീണ്ടും പ്രവാസത്തിൽ കഴിയുകയാണ്. ദൈവത്തിലേക്ക് തിരിച്ചു വന്നാൽ അവൾ ആനന്ദം കണ്ടെത്തുമെന്ന് കർത്താവ് ഉറപ്പ് നൽകുന്നതായി ഈ തിരുവചന ഭാഗം വ്യക്തമാക്കുന്നു. ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന്. ഇസ്രായേലേ, ജീവൻ്റെ കൽപ്പനകൾ കേൾക്കുക, ശ്രദ്ധാപൂർവം ജ്ഞാനമാർജിക്കുക. ഇസ്രായേലേ, നീ ശത്രുരാജ്യത്ത് അകപ്പെടാൻ എന്താണ് കാരണം? വിദേശത്ത് വെച്ച് വാർദ്ധക്യം പ്രാപിക്കുന്നത് എന്തുകൊണ്ട്? മൃതരോടൊപ്പം അശുദ്ധനാകാൻ കാരണമെന്ത്? പാതാളത്തിൽ പതിക്കുന്നവരോടൊപ്പം നീ ഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? ജ്ഞാനത്തിൻ്റെ ഉറവിടം നീ പരിത്യജിച്ചു. ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ നീ എന്നേക്കും സമാധാനത്തിൽ വസിക്കുമായിരുന്നു. ജ്ഞാനവും ശക്തിയും വിവേകവും എവിടെയുണ്ടെന്ന് അറിയുക. ദീർഘായുസ്സും ജീവനും സമാധാനവും കണ്ണുകൾക്ക് പ്രകാശവും എവിടെയുണ്ടെന്ന് അപ്പോൾ നീ ഗ്രഹിക്കും. അവളുടെ നികേതനം ആരാണ് കണ്ടെത്തിയത്? ആര് അവളുടെ കലവറയിൽ പ്രവേശിച്ചിട്ടുണ്ട്? എന്നാൽ എല്ലാം അറിയുന്നവൻ അവളെ അറിയുന്നു. അവിടുന്ന് അവളെ തൻ്റെ അറിവ് കൊണ്ട് കണ്ടെത്തി. എന്നേക്കുമായി ഭൂമിയെ സ്ഥാപിച്ചവൻ അത് നാൽക്കാലികളെ കൊണ്ട് നിറച്ചു. അവിടുന്ന് പ്രകാശമയക്കുന്നു, അത് പോകുന്നു. അവിടുന്ന് വിളിച്ചു, ഭയത്തോടുകൂടെ അതനുസരിച്ചു. നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. അവിടുന്ന് നമ്മെ
അവിടുന്ന് അവയെ വിളിച്ചു. ഇതാ ഞങ്ങൾ എന്ന് അവ പറഞ്ഞു. തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി അവ സന്തോഷപൂർവ്വം മിന്നിത്തിളങ്ങി. അവിടുന്നാണ് നമ്മുടെ ദൈവം, അവിടുത്തോട് തുലനം ചെയ്യാൻ ഒന്നുമില്ല. അവിടുന്ന് അറിവിലേക്കുള്ള എല്ലാ വഴികളും കണ്ടെത്തി. അവളെ തൻ്റെ ദാസനായ യാക്കോബിന്, താൻ സ്നേഹിച്ച ഇസ്രായേലിന് കൊടുത്തു. അനന്തരം അവൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും മനുഷ്യരുടെ ഇടയിൽ വസിക്കുകയും ചെയ്തു. ദൈവകൽപ്പനകളുടെ പുസ്തകവും ശാശ്വത നിയമവും അവളാണ്. അവളോട് ചേർന്ന് നിൽക്കുന്നവൻ ജീവിക്കും, അവളെ ഉപേക്ഷിക്കുന്നവൻ മരിക്കും. യാക്കോബേ, മടങ്ങിവന്ന് അവളെ സ്വീകരിക്കുക, അവളുടെ പ്രകാശത്തിൻ്റെ പ്രഭയിലേക്ക് നടക്കുക. നിന്റെ മഹത്വം അന്യനോ നിന്റെ പ്രത്യേക അവകാശം വിദേശിക്കോ കൊടുക്കരുത്. ഇസ്രായേലേ, നമ്മൾ സന്തുഷ്ടരാണ്. എന്തെന്നാൽ ദൈവത്തിന് പ്രീതികരമായവ എന്തെന്ന് നമുക്കറിയാം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ നിത്യജീവന്റെ വാക്കുകളാണ്. കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ നിത്യജീവന്റെ വാക്കുകളാണ്. കർത്താവിൻ്റെ നിയമം അവികലമാണ്, അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു. കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണ്, അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ നിത്യജീവന്റെ വാക്കുകളാണ്. കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ നിത്യജീവന്റെ വാക്കുകളാണ്. കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണ്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ നിത്യജീവന്റെ വാക്കുകളാണ്. കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ നിത്യജീവന്റെ വാക്കുകളാണ്. ദൈവഭക്തി നിർമ്മലമാണ്, അതെന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ വിധികൾ സത്യമാണ്, അവ തികച്ചും നീതിപൂർണമാണ്. കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ നിത്യജീവന്റെ വാക്കുകളാണ്. കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ നിത്യജീവന്റെ വാക്കുകളാണ്. അവ പൊന്നിനെയും തങ്കത്തെയുംകാൾ അഭികാമ്യമാണ്, അവ തേനിനെയും തേൻകട്ടയേക്കാൾ മധുരമാണ്. കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ നിത്യജീവന്റെ വാക്കുകളാണ്. കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ നിത്യജീവന്റെ വാക്കുകളാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എല്ലാ ജനസമൂഹങ്ങളെയും അങ്ങ് സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിരന്തരം സഭയെ വികസിപ്പിക്കുന്നുവല്ലോ. ജ്ഞാനസ്നാനം കൊണ്ട് അങ്ങ് കഴുകി നിർമ്മലരാക്കിയ എല്ലാവരെയും കാരുണ്യപൂർവ്വം എപ്പോഴും കാത്തുകൊണ്ടാലും കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ഏഴാം വായന എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. ദൈവം തൻ്റെ നവചൈതന്യം തൻ്റെ ജനത്തിനും നവഹൃദയവും വാഗ്ദാനം ചെയ്യുന്നതായി ഈ വായനയിൽ നമുക്ക് കേൾക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം സ്വദേശത്ത് വസിച്ചിരുന്നപ്പോൾ അവർ തങ്ങളുടെ ജീവിത രീതിയാലും പ്രവൃത്തികളാലും അതിനെ അശുദ്ധമാക്കി. എൻ്റെ മുമ്പിൽ അവരുടെ പെരുമാറ്റം സ്ത്രീയുടെ ആർത്തവ മാലിന്യം പോലെയായിരുന്നു. അവർ സ്വദേശത്ത് ചിന്തിയ രക്തവും നാടിനെ അശുദ്ധമാക്കാൻ ഉപയോഗിച്ച വിഗ്രഹങ്ങളും മൂലം ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിഞ്ഞു. ജനതകളുടെ ഇടയിൽ ഞാൻ അവരെ ചിതറിച്ചു. അവർ പല രാജ്യങ്ങളിലായി ചിതറിപ്പാർത്തു. അവരുടെ പെരുമാറ്റത്തിനും ചെയ്തികൾക്കും അനുസൃതമായി ഞാൻ അവരെ വിധിച്ചു. എന്നാൽ അവർ ജനതകളുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ എത്തിയിടത്തെല്ലാം ഇവരാണ് കർത്താവിൻ്റെ ജനം, എന്നിട്ടും അവിടുത്തെ ദേശത്ത് നിന്ന് അവർക്ക് പോകേണ്ടി വന്നു എന്നാളുകൾ അവരെപ്പറ്റി പറഞ്ഞു. അങ്ങനെ അവർ എൻ്റെ വിശുദ്ധനാമം അശുദ്ധമാക്കി. തങ്ങളെത്തിയ ജനതകളുടെ ഇടയിൽ ഇസ്രായേൽ ഭവനം അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധനാമത്തെ പ്രതി ഞാൻ ആകുലനായി. ഇസ്രായേൽ ഭവനത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, നിങ്ങളെ പ്രതിയല്ല, നിങ്ങൾ എത്തിച്ചേർന്ന ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധനാമത്തെ പ്രതിയാണ് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത്. ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ ശ്രേഷ്ഠനാമത്തിൻ്റെ പരിശുദ്ധി ഞാൻ തെളിയിക്കും. തങ്ങളുടെ കൺമുൻപിൽ വെച്ച് നിങ്ങളിലൂടെ എൻ്റെ പരിശുദ്ധി ഞാൻ വെളിപ്പെടുത്തുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ജനതകൾ അറിയും. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു,
ജനതകളുടെ ഇടയിൽ നിന്നും സർവ്വദേശങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂട്ടി സ്വദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്കു ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവും ആയിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. മാൻപേട നീർച്ചാലുകളെ എന്നതുപോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു. മാൻപേട നീർച്ചാലുകളെ എന്നതുപോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക? മാൻപേട നീർച്ചാലുകളെ എന്നതുപോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു. മാൻപേട നീർച്ചാലുകളെ എന്നതുപോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു. ജനക്കൂട്ടത്തോടൊപ്പം ഞാൻ പോയി ദേവാലയത്തിലേക്ക് ഞാൻ അവരെ ഘോഷയാത്രയായി നയിച്ചു. ആഹ്ലാദാരവും കൃതജ്ഞതാഗീതങ്ങളും ഉയർന്നു. മാൻപേട നീർച്ചാലുകളെ എന്നതുപോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു. മാൻപേടകൾ നീർച്ചാലുകളെ എന്നതുപോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു. അങ്ങയുടെ പ്രകാശവും സത്യവും അയക്കണമേ. അവ എന്നെ നയിക്കട്ടെ. അവിടുത്തെ വിശുദ്ധഗിരിയിലേക്കും നിവാസത്തിലേക്കും അവ എന്നെ നയിക്കട്ടെ. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ബലിപീഠത്തിലെങ്കിലേക്ക് ചെല്ലും. ദൈവമേ, കിന്നരം കൊണ്ട് അങ്ങേ ഞാൻ സ്തുതിക്കും. മാൻപേട നീർച്ചാലുകളെ എന്നതുപോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു. മാൻപേടകൾ നീർച്ചാലുകളെ എന്നതുപോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അക്ഷയ ജ്യോതിസായ സർവേശ്വര, അങ്ങയുടെ സഭയെ തൃക്കൻ പാർക്കണമേ. അങ്ങയുടെ നിരന്തര പരിപാലനത്താൽ മനുഷ്യരക്ഷ നിർവിഘ്നം സഫലമാക്കണമേ. പതിതരെ ഉദ്ധരിക്കണമേ. പഴകിയത് പുതുക്കണമേ. ആദികാരണമായ ക്രിസ്തുവിൽ സർവവും പൂർണ്ണത കണ്ടെത്തുവാൻ അനുഗ്രഹമരുളണമേ. ആയത് സമസ്ത ലോകത്തിന് ദൃശ്യവും അനുഭവവേദ്യമാകുവാൻ കനിയുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ആമേൻ. ഇരിക്കുക.